गं गणपते नमः गंगणपते नमः गंगणपते नमः एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्ति प्रचोदयात् गुरुर्ब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परब्रह्मं तस्मै श्री गुरुवे नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं कृष्ण कृष्ण महायोगीन् भक्तानां भयङ्कर गोविंद परमानंद सर्वमेव शमानय साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात् साई रामाय विद्महे आत्मारामाय धीमहि तन्नो बाब प्रचोदयात्. എല്ലാവർക്കും സായിറാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ദസറയുടെ കാര്യമാണ് പറഞ്ഞത്. ആ ദസറ കഴിഞ്ഞ ശേഷം ആ ദസറ തിരക്ക് അവസാനിച്ച ഉടനെ തന്നെ ബാബ 40 മൈൽ അകലെയുള്ള ഹിന്ദുപുരത്തിലേക്ക് പോയി. തന്റെ പണ്ഡരി ഭജന സംഘത്തിന്റെ സഖാക്കളോടുകൂടി ബാബ ബാല്യകാലത്ത് അവിടെ ചെന്നിട്ടുണ്ട്. അഗ്നിയുടെ അരികെ പോകാത്തവർ ചൂട് എങ്ങനെ അറിയും? അഗ്നിയിൽ നിന്ന് വരുന്ന പ്രകാശത്താൽ മാത്രം തൃപ്തി അടഞ്ഞുകൊണ്ടിരുന്ന നഗരവാസികളെ ബാബ കളിയാക്കി ശകാരിച്ചു. ഹിന്ദുപ്പൂരിലെ മുനിസിപ്പൽ ഹൈസ്കൂളിലെ വജ്ര ജൂബിലി ആയിരുന്നു. അന്ന് രാവിലെ 8 മണിക്ക് ബാബ ഹൈസ്കൂൾ മൈതാനിയിൽ സ്കൂൾ പതാക ഉയർത്തി. പിന്നീട് അവരുടെ തുറന്ന ജീപ്പിൽ സ്വാമിയെ നഗരത്തിലൂടെ ഘോഷയാത്രയായി എഴുന്നള്ളിച്ചു. അയ്യോ, ഈ പൊരിയുന്ന വെയിലത്ത് ബാബ തുറന്ന ജീപ്പിൽ എത്ര നേരം സഞ്ചരിക്കുമെന്ന് ഭക്തർ ഭയപ്പെട്ടു. എന്നാൽ നഗരത്തിലെ എല്ലാ പാതകളിലും ഊടുവഴികളിലൂടെ ജീപ്പ് പോയല്ലോ എന്നതിൽ തനിക്ക് സന്തോഷമേ ഉണ്ടായുള്ളൂ എന്ന് ബാബ പറഞ്ഞു. അമ്മാതിരി പോയിരുന്നില്ലെങ്കിൽ രോഗികളും ദുർബലരും വികലാംഗരും വൃദ്ധരുമായവർക്ക് എങ്ങനെ ദർശനം കിട്ടും എന്ന് ബാബ ചോദിച്ചു. മധ്യാഹ്നത്തിൽ തന്നെ ബാബ ഹിന്ദുപ്പൂരിലെ റോട്ടറി ക്ലബ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തു, പ്രഭാഷണം ചെയ്തു. അവർക്ക് ക്ലബ്ബ് തങ്ങളുടേതാണെന്ന ഒരു കാര്യത്തിൽ അഭിമാനം കൊള്ളാം. ബാബ ഒന്നാമതായി പ്രഭാഷണം കൊടുത്ത റോട്ടറി അനേകം സാമൂഹ്യ പ്രവർത്തകർക്കും അന്താരാഷ്ട്രീയ സഹാനുഭൂതിവാദികൾക്കും ബാബയുടെ പ്രഭാഷണം ഒരു നൂതന സരണി കാണിച്ചു കൊടുത്തിരിക്കണം. ഈ നാട്ടിലെ സംസ്കാരവും വൈരാഗ്യവും സ്വാർത്ഥത്യാഗവുമാണ് സ്വാർത്ഥത്യാഗവുമാണ്. ഇവിടെ ഓരോരുത്തരും മറ്റേയാളെ തന്റെ പ്രതിബിംബമായി കാണുന്നു, തന്നെയോ പരസ്പര ബ്രഹ്മത്തിന്റെ പ്രതിബിംബമായി കാണുന്നു. അത്തരം സംസ്കാരമുള്ള ദേശത്തിൽ വസിക്കുന്ന റോട്ടറി ക്ലബ് അംഗങ്ങളായ നിങ്ങളുടെ ആദർശങ്ങൾ ഈ മണ്ണിന് പുത്തനല്ല, നൈസർഗികമായതാണെന്ന് അറിയണം. ആരുടെയാണ്? ഞാൻ എൻ്റെ സഹോദരന്റെ രക്ഷാധികാരിയാണോ എന്ന ആദർശം ഭാരതീയ ചിന്താഗതിക്ക് യോജിച്ചതല്ല. ഇവിടെ ഓരോരുത്തരും എല്ലാമാണ്, എല്ലാവരും ഏകമാണ്. അവനോ അതോ ഇതോ, ഇതാണ് അനാദികാലം മുതൽക്ക് ഇന്ത്യയുടെ നിത്യഭക്ഷണം എന്ന് ബാബ പറഞ്ഞു. ഈ ഒരു പാരഗ്രാഫില് ഏറ്റവും പ്രധാനപ്പെട്ടത് റോട്ടറി ക്ലബിലെ അംഗങ്ങളെ, ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ബാബ പൊരിഞ്ഞ വെയിലത്ത് തുറന്ന ഒരു ജീപ്പിൽ കൂടിയിട്ട് ആ സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ഊടുവഴിയിൽ കൂടിയും സകല വഴിയിൽ കൂടിയും ഓടിച്ചു പോയി. ഭയങ്കര ചുട്ടുപൊടുത്തുന്ന സമയമായിരുന്നു. അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു, സാധുക്കളായ ആൾക്കാർക്ക്, വികലാംഗർക്ക്, സൂക്കടൊക്കെ എഴുന്ന് കിടക്കുന്നവർക്കൊന്നും എന്നെ കാണാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ പോയതിന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ റോട്ടറി ക്ലബിലെ പ്രഭാഷണത്തിലാണ് അവിടെ അവരോട് കൃത്യമായിട്ട് ബാബ പറഞ്ഞു, ഈ നാട്ടിലെ സംസ്കാരം വൈരാഗ്യവും സ്വാർത്ഥത്യാഗവുമാണ്. അതിലധിഷ്ഠിതമാണ് ഭാരതീയ സംസ്കാരം. ഇവിടെ ഓരോരുത്തരും, കാരണം വലിയൊരു വേദാന്ത കാര്യം അവരോട് പറഞ്ഞത്, അവർക്ക് മനസ്സിലായി അറിയില്ല. ഓരോരുത്തരും മറ്റേ ആളുടെ പ്രതിബിംബമാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. അല്ല, സ്വന്തം പരസ്പര ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ്. അങ്ങനെയുള്ള സംസ്കാരമുള്ളൊരു ദേശത്തിലെ റോട്ടറി ക്ലബിലെ മെമ്പർമാരായ നിങ്ങളുടെ ഈ ആദർശങ്ങളൊക്കെ ഒന്നും ഈ മണ്ണിന് പുത്തനൊന്നുമല്ല. ഇതൊക്കെ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. നൈസർഗികമായതാണ് അറിയേണ്ടത്. നൈസർഗികമാണെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ശക്തിവിശേഷമുള്ള ഭാവനകളെയാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ്, ആത്മീയമായ കാര്യങ്ങളെയാണ് ശരിക്കും അറിയേണ്ടത്. ഇവിടെ ആരുടെയാണ്? ഞാൻ എൻ്റെ സഹോദരന്റെ രക്ഷാധികാരിയാണോ എന്ന ആദർശം ഭാരതീയ ചിന്താഗതിക്ക് യോജിച്ചതല്ല. ഞാനൊന്നും ആരുടെയും രക്ഷാധികാരി എന്നല്ല. ഇവിടെ ഓരോരുത്തരും എല്ലാമാണ്. കാരണം സച്ചിദാനന്ദ സ്വരൂപന്മാരാണ് എല്ലാവരും. ശരിക്കും എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർഗുണ നിരാകാരമായിട്ടുള്ള പരബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ആത്മാവാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് ഇനി അറിയാനായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. എല്ലാവരും ഏകമാണ്. അവനോ അതോ ഇതോ
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അനാദികാലം മുതൽക്കാലം ഇന്ത്യയുടെ നിത്യഭക്ഷണമായിരുന്നു. ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകളൊക്കെ ഇന്ന് ബാബ അവരോട് പറഞ്ഞു. ബാബ കോളേജ് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. നിങ്ങളുടെ പാഠ്യക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സനാതന ധർമ്മ തത്വങ്ങളെ പഠിക്കുക. സാധനയുടെ പ്രഥമ പാഠങ്ങളായിട്ടുള്ള മൗനം, ധ്യാനം, മധുരമായ മന്ദഭാഷണം, ഇന്ദ്രിയ നിഗ്രഹം, നാമജപം, പുരാണ വായന, സമുദായ സേവ ഇവ നടത്തുക. സമയത്ത് ദുർവ്യയം ചെയ്യുന്നത്, ശരീരത്തെ ദുർബലമാക്കുന്നതുമായ നേരം പോക്കുകളിൽ വ്യാപൃതരാകരുത്. വിവേകപൂർവമായ ശീലങ്ങൾ ആചരിച്ച് ആരോഗ്യം സംരക്ഷിക്കുവിൻ. മാതൃഭൂമിയുടെ അഭിമാനപാത്രങ്ങളായ പുത്രന്മാരും പുത്രിമാരുമായി തീരുവിൻ എന്ന് ബാബ ഉപദേശിച്ചു. ഇന്ന് ഹൈസ്കൂളിൽ തുടർന്നു വരുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി വിദ്യാർത്ഥികൾക്കും സമുദായത്തിനും അധികാംശവും ദോഷകരവും അത്രേ. അത് അധികം ജ്ഞാനശകലങ്ങളെ കുത്തിച്ചെലുത്തുന്നു. അതിനെ തേടാനുള്ള പ്രചോദനം കിട്ടുവാൻ പഠിപ്പിക്കുന്നതും ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. സാമർഥ്യത്തെ കൂട്ടിച്ചേർക്കുന്നു പ്ലസ്, പക്ഷേ സൽഗുണങ്ങളെ കീഴിക്കുന്നു മൈനസ്. പുരാണങ്ങൾ, ഋഷികൾ, പാവനസ്ഥലങ്ങൾ ഇവയെക്കുറിച്ചുള്ള ബഹുമാനം ചുരുങ്ങി. അതിനാൽ ഈ നാട് പതനോന്മുഖമായി തീർന്നിരിക്കുന്നു. ബാബയുടെ പിറന്നാൾ ആഘോഷം 2 കാര്യങ്ങൾ നടത്താനുള്ള അസുലഭ അവസരങ്ങളായിരുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് കൃതജ്ഞതാഭരിതമായ ആദരവ് സമർപ്പിക്കാം. ബാബയ്ക്ക് അവരുടെ ഓരോരുത്തരെയും ആശീർവദിക്കാം. എനിക്ക് വാടുന്ന പുഷ്പങ്ങളും ചീയുന്ന ഫലങ്ങളും ഉണങ്ങുന്ന ഇലകളും ബാഷ്പമായി അദൃശ്യമാവുന്ന വെള്ളവും സമർപ്പിച്ച് എൻ്റെ പ്രീതി നേടാൻ നോക്കരുത്. ദിവ്യമായ എന്തെങ്കിലും തരൂ. ദിവ്യമായി എന്തുണ്ടെന്ന് അറിയണമോ? സത്യം, ധർമ്മം, ശാന്തി, പ്രേമം ഇവ ദിവ്യങ്ങളാണ് എന്ന് ബാബ ആവർത്തിച്ചു പ്രസ്താവിച്ചു. മൈസൂർ, ആന്ധ്ര, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശം, ഗുജറാത്ത്, മദ്രാസ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വന്ന വൃദ്ധ ദമ്പതികൾക്ക് തൻ്റെ തലയിൽ തൈലം പുരട്ടാനുള്ള അവസരവും ആനന്ദവും ബാബ നൽകി. അവരിൽ ഒരു ദമ്പതി മിഥുനം ഉണ്ടായിരുന്നു. ഭർത്താവ് അന്ധനായിട്ട് മറ്റൊരു ദമ്പതി മിഥുനം, ഭാര്യ അന്ധയായിട്ട് മറ്റൊന്ന്. ഈ അന്ധർക്ക് ലഭിച്ച അമിതാനന്ദം വാചാമഗോചരമല്ലേ, ഊഹിക്കാനേ ഒക്കൂ. ഇവിടെ പണ്ടൊക്കെ ബാബയുടെ പിറന്നാൾ ആഘോഷത്തിന് ബാബയുടെ ആ മുടിയിൽ തലയിൽ തൈലം തേക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഞാനൊക്കെ പോയ സമയം മുതൽക്ക് അത് അമ്മ മാത്രമാണ് ചെയ്തിരുന്നത്, ഭഗവാന്റെ അമ്മ. അതിന് മുമ്പേ ഒക്കെ ഭക്തന്മാരെയൊക്കെ സമ്മതിച്ചിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് മൈസൂർ, അതേമാതിരി ചെന്നൈ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്ന വൃദ്ധ ദമ്പതിമാർക്ക് അവസരം കൊടുത്തു. ഈ ഇതിൽ വായിക്കുന്ന സമയത്തുള്ള ആ ഉത്സവത്തിൽ അതില് അന്ധന്മാരായിട്ടുള്ള ദമ്പതികൾ ഉണ്ടായിരുന്നു. രണ്ട് ദമ്പതിമാരിൽ ഒരു ദമ്പതിയിൽ ഒരു അന്ധയും മറ്റേതിലൊരു അന്ധനും. അപ്പൊ അവർക്ക് ഉണ്ടായ ആനന്ദം നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അന്ന് നടന്ന സൂര്യഗ്രഹണത്തെ പരാമർശിച്ച് ബാബ പറഞ്ഞു, ഈ ഉത്സവം സൂര്യഗ്രഹണ കാര്യം ചൊല്ലി നിർത്തിവെക്കുന്നുവോ എന്ന് പലരും എഴുതി ചോദിച്ചിരുന്നു. പക്ഷേ ബാഹ്യാകാശത്ത് വല്ലതും സംഭവിക്കുന്നു വെച്ച് കുഴങ്ങണ്ട. നിങ്ങളുടെ മനസ്സിന് മീതെ നീചമായ വികാരം, ഇരുണ്ട ആശ, ദുഷിച്ച അത്യാഗ്രഹം, രാക്ഷസ ചിന്ത ഇവയുടെ ഏതിൻ്റെയെങ്കിലും കരിനിഴൽ പതിയുമ്പോൾ മാത്രമേ പരിതപിക്കേണ്ടൂ. അതാണ് ശകുനപ്പുഴയുള്ള ഗ്രഹണം. അതിനെ നിങ്ങൾ ഒഴിവാക്കണം. ഭഗവാൻ വളരെയധികം മോഡേൺ ആയിട്ടുള്ള കാര്യമായി സംഗതികളിലൊക്കെ. സൂര്യഗ്രഹണ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴും കൂടി പലതും കാണിക്കുന്നുണ്ട്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമൊക്കെ വരുമ്പോൾ പലരും പല പല യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നവരുണ്ട്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ പലതും നമ്മളെക്കാളുള്ളവരൊക്കെ അതിൽ പലതും ഇപ്പോഴും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി പറഞ്ഞു, ഈ ഉത്സവം അന്നവിടെ ഉത്സവം നടക്കുകയാണ്. അത് സൂര്യഗ്രഹണത്തിന് ഉണ്ടായത് കൊണ്ട് വലിയ സൂര്യഗ്രഹണം ആയിരിക്കണം അന്നുണ്ടായിട്ടുണ്ടാവുക. അത് നിർത്തുമോ എന്നൊക്കെ പലരും എഴുതി ചോദിച്ചു ഉത്തരം. പക്ഷെ സ്വാമി പറഞ്ഞു, പുറമെ ആകാശത്ത് സംഭവിച്ചു കണ്ടിട്ടൊന്നും നിങ്ങൾ കുഴങ്ങണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ മീതെയൊക്കെ ചില ഗ്രഹണം വരും. നീചമായ വികാരങ്ങൾ, ഇരുണ്ട ആശകള്, ദുഷിച്ച അത്യാഗ്രഹം, ചില രാക്ഷസ ചിന്തകള്, ഇതിൻ്റെയൊക്കെ കരിനിഴൽ പതിയുമ്പോൾ മാത്രമേ നിങ്ങൾ പരിതപിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഈ ഒരു പുറമേ നടക്കുന്ന ഗ്രഹണം അത് ശകുനപ്പുഴയുള്ളതാണെന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭക്തർ ബാബയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന സംഗതി സ്വാമിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. നമ്മളിൽ ഓരോ ആളിലും ബാബ ജനിക്കുന്ന ആ ദിനത്തെ ആഘോഷിക്കണമെന്നാണ് ബാബയുടെ ഉത്കണ്ഠ. അതായത്
നമ്മുടെ ഉള്ളിലെ കാമ്പ് മുഴുവനും ബാബ ഭഗവാനാണ് എന്ന് അറിയുന്ന ദിനം. അതിനെയാണ് ആഘോഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ബാബ പെരുന്നാൾ ആഘോഷ അവസരങ്ങളിൽ എന്തിനുപയോഗിക്കുന്നു? തൻ്റെ അറിയാവതല്ലാത്ത അത്ഭുത രഹസ്യത്തിൽ ഒരു എത്തിനോട്ടം നൽകാൻ. ആർക്കും ആ അത്ഭുതം കണ്ടു കഴിഞ്ഞു എന്ന് ഗർവം നടിക്കുന്ന ആൾക്ക്. അനുഗ്രഹദാനങ്ങൾ അടുത്ത ചാപ്റ്ററാണ്. ബാബ ശ്രുതിയിലായിരുന്നപ്പോൾ സ്വാമി പാർത്തിരുന്ന മസ്ജിദിലെ മുറിയിൽ തൻ്റെ അരികെ തന്നെ സദാ ജലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി ധൂനി ഉണ്ടായിരുന്നുവല്ലോ. ബാബ അതിൽ നിന്ന് ചാരമെടുത്ത് തൻ്റെ പാവനമായ കരസ്പർശനമേറ്റ് അതിനെ ഒരു സർവ്വരോഗ ശമന ഔഷധമാക്കി നൽകിയിരുന്നു. ഇപ്പോൾ ധൂനി ബാബയുടെ കൈപ്പടത്തിൽ തന്നെയാണ്. അത് ആ അമൂല്യ ദാനം നൽകാൻ തയ്യാറായിട്ടിരിക്കുന്നു. ബാബ സങ്കല്പിക്കണം, കരം ചലിപ്പിക്കണം, അത്രമാത്രം. ആ ചാമ്പലോ വിഭൂതിയോ ആ രീതിയിൽ സൂക്ഷിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാബ സങ്കല്പിക്കുന്നു, പക്ഷെ കരം ചലിപ്പിക്കുന്നില്ല. എന്നിട്ടും വിഭൂതി അനുഗ്രഹത്താലുള്ള ദാനം പോലെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രവഹിച്ച് പ്രത്യക്ഷമാകുന്നു. ഇക്കാലത്തെ ചമൽക്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചമൽക്കാരം അതാണ്, അനുഗ്രഹ ലക്ഷണമായിട്ടുള്ള ദിവ്യ വിഭൂതി പ്രവാഹം. നമ്മൾ പലരും ആ ദിവ്യ വിഭൂതി പ്രവാഹങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ആ സെക്യൂരിറ്റി പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്തും വിഭൂതി, കാരണം അധികം വരുന്നതൊക്കെ നമ്മൾ ക്യാൻറ്റീനിലാണ് കണ്ടിട്ടുള്ളത്, വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു അവസരത്തിൽ പുറമേ ഉള്ളൊരു കൗണ്ടറിൽ വിഭൂതി വരുന്ന കാര്യം കണ്ടു. അത് നമ്മളൊക്കെ വളരെയധികം ക്രിട്ടിക്കലായിട്ട് വളരെ വിമർശനാത്മകമായിട്ട് ശ്രദ്ധിച്ചിട്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് വിഭൂതി പൊടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പലരുടെ വീടുകളിലും അത് ഇപ്പോഴതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിലെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊക്കെ അത് സാധാരണ ആയതുകൊണ്ട് ആരും അങ്ങനെയൊന്നും കാണാൻ പോലും അല്ലെങ്കിൽ പറഞ്ഞ് കുട്ടിഘോഷിക്കലൊന്നുമില്ല. അത് സാധാരണ ഭഗവാന്റെ അനുഗ്രഹം ആ കുടുംബക്കാർക്ക് അല്ല അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോൾ അവരുടെ മനസ്സൊക്കെ അസ്വസ്ഥമാകുമ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന ചമത്കാരങ്ങളാണ്. വയലുകളിലും പൂങ്കാവനങ്ങളിലും വിടരുന്ന കുസുമങ്ങളിൽ പ്രഭാതത്തിന് മുമ്പേ പതിക്കുന്ന തുഷാര ബിന്ദുക്കളെ പോലെ അത് നിശബ്ദമായി ആർഭാടമില്ലാതെ മുന്നറിയിപ്പും കൂടാതെ അങ്ങനെ വരുന്നു. ഉത്കണ്ഠയോടെ ഒരു ഭക്തൻ എഴുതി ചോദിക്കുകയാണ്, ഞാൻ പൂജയ്ക്ക് വെച്ച ബാബാ പടത്തിൽ വിഭൂതി വളർന്നു വരുന്നു, അത് വല്ല ദുർനിമിത്തമാണോ? അയാൾക്ക് അങ്ങനെ ചോദിക്കാൻ ഒരു പക്ഷെ കാരണം ഉണ്ടായിരിക്കാം. അയാളുടെ ഒരു പുത്രൻ കാണാതെ പോയിരിക്കുന്നു. അവനെ പറ്റി അന്വേഷിക്കാൻ അയാൾ പ്രശാന്ത നിലയത്തിൽ സ്വാമിയുടെ സന്നിധിയിൽ വന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ചാരം എന്നാൽ മരണം, ശവദാഹം എന്നൊക്കെ അർത്ഥമാകാമെന്ന് അയാൾ നനച്ചു. ബാബയുടെ പടത്തിൽ നിന്നോ മറ്റു പടങ്ങളിൽ നിന്നോ ഉളവാകുന്ന വിഭൂതി ഒരിക്കലും ദുർനിമിത്തമല്ല എന്ന് അയാൾക്ക് എഴുതുവാൻ ബാബ എന്നോട് കൽപ്പിച്ചു. അത് ഭഗവത് അനുഗ്രഹത്തിന്റെ ലക്ഷണമത്രേ. ഈ സംഭവം നടന്നത് തഞ്ചാവൂർ ജില്ലയിലാണ്. അപ്പൊ ഇതൊരു വീട്ടില് ഭഗവാന്റെ പടത്തിൽ നിന്ന് ചാര നിറത്തിലുള്ള കറുത്തിട്ടുള്ള വിഭൂതി വന്നു. അപ്പൊ അത് കണ്ടപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകനെ കാണാതെ, അപ്പൊ അത് ദുർനിമിത്താണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭഗവാനെ എഴുതിയപ്പോ കസ്തൂരി സ്വാമിയെ വിളിച്ചിട്ട്, ഒരിക്കലും ഞാൻ എൻ്റെ വിഭൂതി വരുന്നിടത്ത് ദുർനിമിത്തങ്ങളൊന്നും ഉണ്ടാവില്ല, അത് നല്ല അനുഗ്രഹമായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. സേലം ജില്ലയിൽ പർമതി എന്ന സ്ഥലത്തുള്ള ഒരാൾ പ്രശാന്തി നിലയത്തിലേക്ക് ചെന്നിട്ടുണ്ട്. എന്നാലും ബാബയെ കണ്ടിട്ടില്ല. പക്ഷെ പൂജാമുറിയിൽ ബാബയുടെ ചിത്രം വെച്ചിരിക്കുന്നു. അയാൾ എഴുതുകയാണ്, കഴിഞ്ഞ മാസം 2-ാം തീയതി മുതൽ ആ ചിത്രത്തിൽ നിന്ന് ചാരവും അമൃതും വർഷിക്കുന്നു. ഞാനവയെ ശേഖരിച്ചു വെച്ച് സന്ദർശകർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വശം വളരെ ധാരാളം ഇനിയും കെട്ടിയിരിപ്പുണ്ടല്ലോ. അത് ദൈനംദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാനതിന് എന്ത് ചെയ്യട്ടെ? എൻ്റെ ഗൃഹത്തിനടുത്തുള്ള പുണ്യ കാവേരി ആറിൽ ഇടട്ടയോ? കൊച്ചിയിൽ നിന്ന് അതേ സമയത്ത് മറ്റൊരു ലേഖകൻ സനാതന സാരഥി പത്രാവലിക്ക് എഴുതുകയാണ്, ഭഗവാന്റെ പടത്തിലെ ചട്ടത്തിലെ കണ്ണാടിച്ചിലിൽ നിന്ന് എണ്ണ പോലുള്ളൊരു ദ്രവം ഒഴുകുന്നത് ഞാൻ കാണുന്നു. അതേ സമയത്ത് ആ ചില്ലിൽ കുങ്കുമത്തിന്റെ ചുവന്ന പുള്ളികളും വിഭൂതിയും വെള്ള നിറത്തിലും വന്നിട്ടുണ്ട്. ഇവ എന്തിനെ കുറിക്കുന്നു എന്നറിയാത്തതുകൊണ്ട് ഞാനത് പുറത്ത് പ്രസ്താവിച്ചിട്ടില്ല. ദയവായി എന്താണെന്ന് അറിയിച്ചാലും. ബാബയുടെ തേജസ്സിന്റെ വ്യക്തമായ ലക്ഷണം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷമായതിന് അയാളെ അനുമോദിക്കുകയല്ലാതെ ചിന്താക്കുഴപ്പം ബാധിച്ച പത്രാധിപർ ഞാൻ മറ്റെന്ത് ചെയ്യും?
ശരി, കൽക്കത്തയിൽ നടന്ന സംഭവത്തെപ്പറ്റി ഈ ഒരു എഴുത്തിൽ ഉദ്ധരിക്കട്ടെ. വളരെ കാലമായി ഞാൻ ബാബഭക്തനായിട്ട്, പക്ഷെ കൽക്കത്തയിലുള്ള എൻ്റെ സഹോദരന്റെ പുത്രൻ ബാബയെ ദർശിച്ചിട്ടില്ല. അതിനാൽ അവർക്കൊരു പരിഭ്രമം. അവരുടെ പൂജാസ്ഥലത്ത് ബാബയുടെ ഒരു ചിത്രത്തിൽ നിന്ന് മാത്രമല്ല, ബാക്കി 10ഓളം ഹിന്ദു ദൈവങ്ങളുടെ പടങ്ങളിൽ നിന്നും വിഭൂതി ഉതിർന്നു വീഴുന്നു. അതിനെ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. 8 വർഷം മുമ്പ് പരലോകം പൂകിയ എൻ്റെ സഹോദരന്റെ ചിത്രത്തിൽ നിന്നും വിഭൂതി വരുന്നുണ്ട്. അയാളൊരു ഭക്തനും വിശാലഹൃദയനും സരളശീലനുമായിരുന്നു. അഷ്ടമി നാൾ ഞങ്ങളുടെ പരദേവതയായ വൈക്കത്തപ്പനെ വാർഷികോത്സവത്തിൽ ഘോഷയാത്രയായി എഴുന്നേൽക്കുന്ന ദിവസം ബാബയുടെ ചിത്രത്തിൽ നിന്ന് വന്ന വിഭൂതി മയമില്ലാത്തതും രുചിയിലും നിറത്തിലും കനത്തിലും വൈക്കത്ത് പ്രസാദമായി കൊടുക്കുന്ന ഭസ്മം പോലെയുള്ളതുമായിരുന്നു. ഇതിന്റെ ആന്തരാർത്ഥം അറിഞ്ഞ് ഇതിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയിക്കാൻ അപേക്ഷ. മൈസൂരിൽ കനറ ജില്ലയിലെ വിച്ചലിനരികെയുള്ള കോണ ജില്ലയിലെ കെ രാമരാജറാവുവിന് ഒരു സംശയം നോക്കൂ. അയാൾ പത്രാധിപർക്ക് എഴുതിയത് ഇതാണ്: എൻ്റെ ഏറ്റവും ഇളയ സഹോദരി രാവിലെ ഏതാണ്ട് 9:30 മണിക്ക് വിഭൂതി കണ്ടു. ഉടനെ ഒരു കടലാസിനെ ചിത്രത്തിന്റെ അടിയിൽ വെച്ചു. അതിൽ വേണ വിഭൂതിയെ ശേഖരിച്ചു. ഇങ്ങനെ വീണ് കിട്ടിയതും കിട്ടുന്നതുമായ വിഭൂതിയെ ഏതു തരത്തിൽ ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കുവാൻ അപേക്ഷ. പൂനെയിലെ വെടിമരുന്ന് നിർമ്മാണശാലയിലെ ഒരു ശാസ്ത്രജ്ഞനടി ചോദിക്കാനും ഉത്തരം കിട്ടാനും കാത്തു നിന്നില്ല. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ അത്രയേറെ കെമിസ്ട്രി കുത്തിച്ചെലുത്തിയിരുന്നു. അയാൾ ചട്ടം, ചില്ല്, കട്ടിക്കടലാസ് ഇവയെ അഴിച്ചു പരിശോധിച്ചു. അവയെ തുടച്ച് തലകീഴായി വെച്ചു. പക്ഷെ എവിടെ നിന്നാണ്, എന്തിനാണ് ഈ ചാമ്പൽ വരുന്നത് എന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പ്രശാന്തി നിലയത്തിൽ ബാബയുടെ സന്നിധിയിലേക്ക് വന്നു. ബാബ അദ്ദേഹത്തിന് അകത്ത് വിളിച്ചു, മിതോ ദർശനം കൊടുത്തു. അത് കഴിഞ്ഞു പോകുമ്പോൾ സ്വാമി അയാളോട് പറഞ്ഞു, നിനക്ക് വിഭൂതി ഇവിടെ തരില്ല, പൂനെയിൽ നിന്റെ വീട്ടിൽ നൽകുന്നുണ്ടല്ലോ, പൊയ്ക്കോളൂ. അതാണ് സ്ഥിരീകരണം, അനുഗ്രഹം, വെളിപാട്. മറ്റൊരു സംഭവം 1965 നവംബർ 27-ന് ഒരു റിട്ടയർഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ബാബയുടെ 2 പടങ്ങൾ കിട്ടി. അദ്ദേഹം അവയെ ചില്ലുള്ള ചട്ടമിട്ട് പൂജാമുറിയിൽ തൂക്കി. അയാൾക്കും പത്നിക്കും ഒരു അന്തർപ്രചോദനം കിട്ടുകയാൽ അവർ സമയം നഷ്ടപ്പെടുത്താതെ പ്രശാന്തി നിലയത്തിലേക്ക് വന്നു. 28-ാം തീയതി അവിടെ എത്തി. 29-ാം തീയതി തന്നെ അവർക്ക് മിതോദർശനം നൽകി അനുഗ്രഹിച്ചു. അവർ പോകുന്ന സമയത്ത് സ്വാമി അയാളുടെ മുതുകത്ത് തട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. എങ്ങനെ, എപ്പോഴൊന്നും ചോദിക്കാനൊന്നും തര കിട്ടിയില്ല. ബാബ തന്റെ ആഗമനത്തെ അറിയിച്ചത് പടങ്ങളിൽ നിന്ന് വിഭൂതി ചൊരിഞ്ഞിട്ടായിരുന്നു. വാഗ്ദത്തം അങ്ങനെ നിറവേറ്റിയാൽ മതിയല്ലോ. പിന്നെ ദൃശ്യവും അദൃശ്യവുമായ ദേവതകളെല്ലാം താനാണെന്ന് തെളിയിക്കാൻ എന്ന വണ്ണം അയാളുടെ മുറിയിലെ എല്ലാ പടങ്ങളിൽ നിന്നും വിഭൂതി പതിക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശിവൻ, മുരുകൻ, ഗുരുവായൂരപ്പൻ, ഗുരുവായൂരിൽ പൂജിക്കുന്ന രൂപമുള്ള കൃഷ്ണൻ, ശ്രീ യേശുനാഥൻ, ഈ പടങ്ങളിൽ നിന്നെല്ലാം ശ്രീ യേശുനാഥന്റെ പടത്തിൽ നിന്ന് വിഭൂതി വീഴട്ടെ എന്ന് സങ്കല്പിക്കാൻ ബാബ ഒരു പ്രത്യേക കാരണം കണ്ടിട്ടുണ്ടായിരിക്കണം. എന്തെന്നാൽ വഴികയുണ്ടായ സംഭവം നോക്കൂ. ഫെബ്രുവരി 24-ാം തീയതി ധർമ്മമാർഗത്തിൽ നിന്ന് കുറച്ച് വ്യതിയാനം ചെയ്ത ഒരു ക്രിസ്ത്യാനി ഈ അത്ഭുതം നിലനിൽക്കുന്നിടത്തേക്ക് വലിച്ചിടക്കപ്പെട്ടു. അയാൾ മുറ്റത്ത് നിന്ന് വചന കേട്ടു. ജാലകത്തിലൂടെ എത്തി നോക്കി. ശ്രീ യേശുനാഥന്റെ ചിത്രം കണ്ടു. സത്യസായി ബാബയുടെ ദർശനം കിട്ടി. അത് നിമിത്തം അയാൾ ഉറച്ചുപോയി, പശ്ചാത്താപഭരിതനായി. ഈ സംഭവം പിന്നീട് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ സ്വയം തിരുത്തുകയാണ്, ഇനി ഞാൻ മദ്യപാനം ചെയ്യില്ല. ബാബ തന്റെ പരമകാരുണ്യത്താൽ അയാളെ അങ്ങനെ സംരക്ഷിച്ചു, ഒരു ശിശുവിനെ പോലെ സ്വീകരിച്ചു. ഗുരുവായൂരപ്പന്റെ ആ പടത്തിനും ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ ചങ്ങരകളിൽ തൂങ്ങുന്ന തൂക്കുവിളക്കുകൾ ഉണ്ടല്ലോ, ഇവയിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങളിൽ വിഗ്രഹത്തിന് ഇരുഭാഗത്തുമായി ചങ്ങല വിളക്ക് കാണിച്ചിരിക്കും. പ്രസംഗവശാൽ അവിടുത്തെ ഒരു കവിയുടെ കൂടെ കഥ പറയട്ടെ. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എന്നൊരു സംസ്കൃത കാവ്യം എഴുതിയിട്ടുണ്ട്. അതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ നാരായണീയ നൈവേദ്യം കൊണ്ട് പൂജിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിനെ പീഡിപ്പിച്ചിരുന്ന വാദവ്യാധി ഒഴിഞ്ഞു പോവുകയും അദ്ദേഹത്തിന് 1000 ആരോഗ്യ സൗഖ്യം ലഭിക്കുകയും ചെയ്തു എന്നത് സുപ്രസിദ്ധമാണ്. അതിനാൽ ഗുരുവായൂരപ്പന്റെ ആടിച്ച എണ്ണ വാദവ്യാധിക്ക് സിദ്ധൌഷധമാണെന്ന് ഭക്തർ ധരിക്കുന്നു. അവർ ഭക്തി ബഹുമാനങ്ങളോടെ അത് വാങ്ങിച്ച് വിശ്വാസത്തോടെ ഉപയോഗിക്കുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലെയും ഗർഭഗൃഹങ്ങളിലെ വിഗ്രഹങ്ങൾക്കുള്ളിലെ രൂപമാണ് ബാബ. അതിനാൽ പടത്തിലെ ആ വിളക്കുകളിൽ നിന്ന് എണ്ണ വഴിയട്ടെ എന്ന് ബാബ സങ്കല്പിച്ചു. അതുകൊണ്ട് പോലീസ് ഇൻസ്പെക്ടറുടെ പൂജാമുറിയിലെ ഗുരുവായൂരപ്പന്റെ പടത്തിലെ ചങ്ങല വിളക്കുകളുടെ തിരിത്തുമ്പുകളിൽ നിന്ന് എണ്ണ വീഴാൻ തുടങ്ങി. അതിനെ ശേഖരിച്ച് അതേ ഔഷധം പോലെ ഉപയോഗിച്ചു.
ആ എണ്ണയെ ഗുരുവായൂരിൽ വളരെ കാലം താമസിച്ച് വഴക്കം ചെന്ന നമ്പൂതിരിമാർ കണ്ട് പരിശോധിച്ചിരിക്കുന്നു. ആ എണ്ണ തർക്കമറ്റ രീതിയിൽ ഗുരുവായൂരിലെ ആടിച്ചെണ്ണയ്ക്ക് സമമാണെന്നും ആടിച്ച എണ്ണ തന്നെയാണെന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പടത്തിന്റെ അടിഭാഗം മുഴുവന് എണ്ണമെഴുക്ക് കാണാമായിരുന്നു. നിരവധി ഭക്തന്മാർ കണ്ടിരിക്കുന്നു. ഇനി ഒറ്റപ്പെട്ട ഭക്തരുടെ വീടുകളിൽ മാത്രമല്ല, പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ കൂടി ഈ അനുഗ്രഹധാര പതിക്കട്ടെ എന്ന് ബാബ സങ്കല്പിക്കുന്നതിനുള്ള സംഭവങ്ങൾ കേരളത്തിലെ മൂവാറ്റുപുഴയിലെ നടരാജപ്പിള്ള എഴുതുന്നു. ഭജനഹാളിൽ വെച്ച എല്ലാ പടങ്ങളിൽ നിന്നും വിഭൂതിയും കുങ്കുമവും പതിക്കുന്നുണ്ട്. അഹോ, ഞങ്ങൾക്ക് അമിതാനന്ദം നൽകിയ മറ്റൊരു കാഴ്ച, ചുമരിൽ ഒരു കലണ്ടറിൽ ഉണ്ണികൃഷ്ണന്റെ ഒരു ചിത്രമുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കട്ടിയായ വെണ്ണ വന്നു പിടിക്കുന്നു, പതിഞ്ഞുകൂടുന്നു. വെണ്ണ കെട്ടതിന് യശോദ നവനീത ചോരനെ ചൂരൽ കൊണ്ട് അടിക്കുമെന്ന് പേടിപ്പെടുത്തുന്ന രീതിയാണ് അതിലെ ചിത്രണം. തന്റെ വലത്തെ കൈപ്പത്തിയിൽ വിഭൂതി വരുന്ന ക്രിയയെ ബാബ എന്റെ വിസിറ്റിംഗ് കാർഡ് പേരുവിവരക്കുറിപ്പ് എന്ന് പറയുന്നു. സ്വാമിക്ക് തന്റെ തേജോരൂപത്തിന്റെ വൈവിധ്യങ്ങൾ കാണിക്കുന്നതെന്നവണ്ണം പലതരത്തിലും മാതൃകയിലുമുള്ള പേരുവിവരക്കുറിപ്പുകളുണ്ട്. അവതാരത്തിന്റെ ആഗമനത്തെ അറിയിക്കുന്നതിന് ഉതകുന്ന അവ സംസ്കാരം അധപ്പതിച്ച് ഇപ്പോൾ മനുഷ്യരെ ഒരു മരണക്കിണിയിൽപ്പെടുത്താൻ തുനിയുകയാണ്. അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഒരു രക്ഷാകർത്താവ് വന്നിരിക്കുന്നുവെന്ന് ആനന്ദ വാർത്ത അറിയിക്കുന്ന അവ ജനങ്ങളെ ഒരു വാർത്ത അറിയിക്കുന്നതിന് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന തുണ്ടൻ നോട്ടീസുകൾ, ചുമരിലും തൂണുകളിലും പതിക്കുന്ന പരസ്യങ്ങൾ, വിസ്തീർണമായ ചുമർ പരസ്യങ്ങൾ, നിയോൺ പ്രകാശം വമിക്കുന്ന അക്ഷരമുള്ള പരസ്യങ്ങൾ, ഇവയൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുപോലെ ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന സമാശ്വാസ വാർത്തകൾ ഭക്തരെ അറിയിക്കുന്നതിന് പലതരം പരസ്യങ്ങൾ അത്രയും. ബാബയുടെ പടങ്ങളിൽ നിന്നും മറ്റു ദൈവങ്ങളിൽ പടങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്ന കുങ്കുമം, കർപ്പൂരം, ഭസ്മം, ചന്ദനം, തീർത്ഥം, അമൃത്, എണ്ണ മുതലായ ശുഭസൂചക വസ്തുക്കൾ മന്ത്രം ഉരുക്കഴിച്ച് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹവും ഇതേവരെ ഇതുപോലെ തന്നിൽ ദിവ്യാംശമുണ്ടെന്ന് വെളിവാക്കിയിട്ടില്ല. സാർവത്രികമായൊരു സങ്കല്പമാണ്. ലോകത്തിലെ എല്ലാ ചൈതന്യത്തെയും നിയന്ത്രിക്കുന്നതിനും തെളിയിക്കുന്നതിന് നാടകീയമായ ഈ ദൃശ്യലക്ഷണങ്ങൾ നൽകിയിട്ടില്ല. സൃഷ്ടിജാലമാകെ ചൈതന്യവത്താകുന്നു തന്റെ സാർവത്രിക സങ്കല്പം കൊണ്ടാണെന്ന് കാണിക്കാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിരാട് രൂപം കാണിച്ചു കൊടുത്തതായി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം ഭഗവാൻ പറയുന്നു, അർജുന, ഇതെന്റെ വിഭൂതിയുടെ ഒരു അംശം മാത്രമാകുന്നു. എന്റെ വിഭൂതി അനന്തമാണ്. ബാബയുടെ കാര്യത്തിൽ ബാബ നൽകുന്ന വിഭൂതിയും താൻ നേരിട്ട് നൽകുന്നതോ പടം വഴിക്കോ മനുഷ്യർ ആരാധിക്കുന്ന അന്യദേവതാരൂപങ്ങളുടെ ചിത്രം വഴിക്കോ നൽകുന്നതായ വിഭൂതിയും അതിന്റെ വിഭൂതിയിൽ അനന്തമത്രേ, അതിന്റെ തേജസ്സിൽ അനന്തമത്രേ. കുകലൂരിൽ നിന്ന് ശ്രീ പി വി നടരാജൻ പത്രാധിപർക്ക് എഴുതുന്നു, നോക്കുക. ചിത്രത്തിലെ ബാബയുടെ ഉയർത്തിയ കൈപ്പടങ്ങളിൽ നിന്നും വിഭൂതി വർഷിക്കുന്നു. ബാബ സദാ എന്റെ കൂടെ തന്നെ ഉണ്ടെന്നും എനിക്ക് ഭയത്തിന് അവകാശമില്ലെന്നും ഉറപ്പു നൽകുന്നു. മൈസൂർ സ്റ്റേറ്റിലെ ദർബാർ ജില്ലയിലെ സാബ്ഗാം എന്ന ഗ്രാമത്തിൽ അനവധി ഭക്തരുടെ ഗൃഹങ്ങളിൽ വെച്ച പടങ്ങളിൽ നിന്നും വിഭൂതി ഉതിരുന്നുണ്ട്. ശ്രീ SP കടകോല എഴുതുന്നു, ഈ ക്ഷോഭമെല്ലാം കണ്ടിട്ട് ദണ്ഡയ്ക്കു സ്വാമി പിച്ചയ്യ സ്വാമി സലാമത്ത് വെല്ലുവിളിച്ചു പറഞ്ഞു, ഇതെല്ലാം വെറും നുണ, പച്ചക്കള്ളം. ഇതുപോലെ ഭസ്മം തന്നെത്താൻ വന്നു വീഴുന്നത് എങ്ങനെ? എന്റെ പൂജാമുറിയിലും ബാബയുടെ ഒരു പടമുണ്ട്. ഈ വിഭൂതി അതിൽ വന്ന് വീഴാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ പറഞ്ഞ അതേ ദിവസം ആ പടത്തിലെ എല്ലാ ഭാഗത്തും വിഭൂതി കാണപ്പെട്ടു. ഭസ്മം വരുന്നു, തങ്ങി നിൽക്കുന്നു, ഉതിർന്നു വീഴുന്നു. ഇങ്ങനെ 3 ദിവസം നടന്നു. സലാമത്തിന്റെ ഒരു സുഹൃത്ത് ആ സമയത്ത് ആ വീട്ടിൽ വന്ന് എന്നിട്ട് പറഞ്ഞു, വിഭൂതി ഒരു പടത്തിലെ കണ്ണാടിച്ചില്ലിന്മേൽ എങ്ങനെ ഉണ്ടാവും? ഏതോ ഒരു കുസൃതിക്കാരൻ ഗ്രാമക്കാരൻ മുഴുവന് നുണ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ആ സ്ഫടികച്ചില്ലിനെ നനഞ്ഞ തുണിക്കൊണ്ട് തുടച്ചു വൃത്തിയാക്കി അതിന്റെ മുമ്പിലിരുന്നു. ഇനി നിങ്ങളുടെ ആ ബാബയുടെ മഹിമ ഞാൻ കാണട്ടെ. വിഭൂതി വർഷം വീഴട്ടെ. 15 നിമിഷത്തിനകം വിഭൂതി വർഷം വീണ്ടും വന്നു. മുമ്പത്തേതിന്റെ ഇരട്ടി അളവുള്ള ഭസ്മം ചില്ലിൽ പറ്റിപ്പിടിക്കാൻ തുടങ്ങി. ആ വിമർശകേസരി പടത്തിന് മുമ്പിൽ നിന്ന് ദീർഘ നമസ്കാരം ചെയ്തു. ഒരു പഞ്ചസാര നിർമ്മാണശാലയിൽ പ്രവൃത്തിയെടുക്കുന്ന ഒരു മെക്കാനിക്കന്റെ വീട്ടിൽ പടങ്ങളിൽ നിന്ന് വീഴുന്ന വിഭൂതിക്ക് മധുരമുണ്ടെന്ന് അയാൾ കണ്ടുപിടിച്ചു. അത് തിന്നുവാൻ ഉറുമ്പുകൾ സംഘമായി വരുന്നു. അയാൾ ബന്ധപ്പെട്ട് ബാബയുടെ സന്നിധിയിലേക്ക് ഓടി വന്നു. വിഭൂതിയിൽ നിന്ന് ആ മധുരം എടുത്തു കളയണേ എന്നപേക്ഷിക്കാനായിരുന്നു. പക്ഷെ ബാബ ഉറുമ്പുകളെ അകറ്റാമെന്ന് ഉറപ്പു നൽകി. പിറ്റേന്ന് മുതൽ ഉറുമ്പുകൾ വിലങ്ങിപ്പോയി. ചിലയിടങ്ങളിൽ വ്യാഴാഴ്ച മാത്രം ഭസ്മം വധിക്കുന്നു. ചിലയിടങ്ങളിൽ വിതരണം ചെയ്തു കൊടുക്കുന്നതിന് ഭക്തന്മാർ അധികം തിങ്ങിക്കൂടുന്ന ആഘോഷ ദിവസങ്ങളിൽ അധികം വിഭൂതി വരുന്നു.
ചിലയിടത്ത് ചില പടങ്ങളിൽ നിന്ന് മാത്രം പതിക്കുന്ന വിഭൂതി മറ്റു പടങ്ങളിൽ നിന്ന് മാത്രം പതിക്കുന്നതിൽ നിന്ന് മണത്തിലും നിറത്തിലും മാർദ്ദവത്തിലും രുചിയിലും വ്യത്യസ്തമാകുന്നു. ഇരുണ്ട ചാരമുള്ളതും തരി പോലെയുള്ളതുമാണെങ്കിൽ അവർ അതിനെ ശിർദ്യോതി എന്ന് വിളിക്കുന്നു. മണവും മയവും ഉള്ളതാണെങ്കിൽ പർത്തി വിഭൂതി എന്ന് പറയുന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങൾ. അതുപോലെ കുങ്കുമത്തിൽ പല നിറങ്ങളുണ്ടാവാം. അമൃതിന് വ്യത്യസ്തമായ ഒട്ടൽ, മണം, മാധുര്യം ഇവ കലർന്നിരിക്കാം. സൗരാഷ്ട്രയിൽ നിന്നൊരു ഭക്ത എഴുതുകയുണ്ടായി, ശ്രാവണകാലത്തിലെ അവസാന ദിവസത്തിൽ ബാബയുടെ പടത്തിൽ നിന്നും ഒഴുകി വന്ന ദ്രാവകം ഉപ്പുവെള്ളമായിരുന്നു. അക്കാലം അത്രയും അവർക്ക് ഉപ്പ് തൊടാവ്രതമായിരുന്നു അത്രയും. ആ ദ്രാവകം വ്രതത്തിന് മുമ്പുള്ള ആഹാരചര്യ തുടങ്ങാമെന്നതിന്റെ ലക്ഷണമായിരിക്കാം. ബാബയുടെ മാർഗങ്ങൾ ദുർഗ്രാഹ്യങ്ങളും അത്ഭുതകരങ്ങളുമാണല്ലോ. സ്ഥലകാലങ്ങളുടെയും ദ്രവ്യങ്ങളുടെയും ആത്മാവിൻ്റെയും മീതെയുള്ള ബാബയുടെ പൂർണ്ണമായ അതീശത്തിന്റെ കഥ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. അകോലയിൽ നിന്ന് ഒരു വക്കീൽ എഴുതുന്നു, ഞങ്ങളുടെ വീട്ടിലുള്ള ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പടത്തിൽ നിന്ന് 2 മാസമായി വിഭൂതിയും കുങ്കുമവും മഞ്ഞപ്പൊടിയും വീഴുന്നു. രാജ്കോട്ടിൽ വൈകുണ്ഠ ഏകാദശി നാൾ വിഭൂതി പ്രത്യക്ഷമായി. ജാംനഗറിൽ മഹാശിവരാത്രി നാൾ ചുമരിൽ തൂക്കിയ 4 വലിയ പടങ്ങളിൽ ചില്ലിന്മേൽ ഓം എന്നും ശ്രീ എന്നും എഴുതിയതായി കണ്ടു. എണ്ണമെടുക്കുള്ള എന്തോ ദ്രവത്തിനാലാണ് എഴുതിയിരിക്കുന്നത്. മണം നോക്കി ഞങ്ങളത് അമൃതാണെന്ന് തീരുമാനിച്ചു. പാലക്കാട്ടിൽ നിന്നൊരു ഡോക്ടർ എഴുതുന്നു, ഞാൻ രോഗചികിത്സയ്ക്ക് മരുന്നുകളെക്കാൾ ഏറെ ഇപ്പോൾ ബാബയുടെ വിഭൂതിയാണ് വിധിക്കാറ്. എൻ്റെ വീട്ടിലെ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് വിഭൂതി ശരിക്കും കിട്ടുന്നുണ്ട്. സാന്താക്രൂസിലെ ഡോക്ടർ ബേലൂറിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ സന്തോഷകരമാണ്. രാംപുരിയിലെ വക്കീലായ മിസ്റ്റർ സക്സനയ്ക്കും ഇതുപോലെ വിഭൂതി കിട്ടുന്നു. ഖരഗ്പൂർ, ജാംഷഡ്പൂർ, കൽക്കട്ട, തിരുവനന്തപുരം, മദ്രാസ്, തിരുച്ചിനാപ്പള്ളി എന്നീ തുടങ്ങി കന്യാകുമാരിയും ഹിമാലയത്തിനിടയ്ക്കുള്ള പല ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലെയും ഭക്തന്മാരുടെ വീടുകളിലും ബാബയുടെ തേജസ്സിന്റെ അടയാളമായ ഈ വസ്തുക്കൾ സംശയാതീതമായ നിലയിൽ ലഭിച്ചു വരുന്നുണ്ട്. ബാബയോട് ഞാൻ സ്വാമിയുടെ തേജസ്സിനെ എടുത്തു കാണിക്കുന്ന ഈ സംഗതികൾ പ്രകാശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചതിന് അത് പ്രചാരവേലയാണെന്ന് തെറ്റിദ്ധരിക്കുമെന്നാണ് ബാബ മറുപടി പറഞ്ഞത്. പക്ഷേ ഈ ചമൽക്കാരം സ്ഫടിക സ്ഫുടമാണ്, അനവധി സ്ഥലങ്ങളിലുള്ളതാണ്. വേഗം പരിശോധിച്ച് കളവാണെങ്കിൽ കള്ളി വെളിച്ചത്താക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്താവുന്നതാണ് എന്നതുകൊണ്ടൊക്കെ ആ തെറ്റിദ്ധാരണ അജ്ഞാനം കൊണ്ടാണെന്ന് വിമർശകർ വളരെ താമസിയാതെ സമ്മതിച്ചുകൊള്ളു. സേലത്തിൽ അവിടുത്തെ ഒരു കോളേജിലെ ഫിസിക്സ് പ്രൊഫസറായ ഒരു മാന്യന്റെ വീട്ടിൽ പടങ്ങളിൽ നിന്നാണ് വിഭൂതി പതിക്കുന്നത്. അയാൾ സന്ദർശകർക്ക് ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് പ്രചാരവേലയാണെന്ന് കുറ്റം പറഞ്ഞുകൂടാ. ഞാൻ ഷിമോഗയിലെ വിമലാനന്ദന്റെ വീട്ടിൽ നിലത്തിരുന്ന് പടത്തിന്റെ ചട്ടത്തിൽ നിന്ന് നിമിഷം തോറും തരിതരിയായി വിഭൂതി വീഴുന്നത് കുന്നുകൂടി കിടക്കുന്നതും കണ്ടിരിക്കുന്നു. മംഗലാപുരത്ത് ഒരിടത്ത് ഒരു ശുദ്ധിഭാവ വിഗ്രഹമുണ്ട്. അതിന്റെ ഇടത്തെ തുടമേൽ കയറ്റിവെച്ച വലത്തെ കാലിന്റെ പടത്തിൽ നിന്ന് വിഭൂതി ധൂളി വീഴുന്നതും കൂമ്പാരമായി കിട്ടിക്കുന്നതും കണ്ടിട്ടുണ്ട്. ശ്രാവണം എന്ന പുണ്യദിനത്തിൽ കേരളത്തിൽ അതിനെ ഓണമായി കൊണ്ടാടുന്നു. ഞാൻ പാലക്കാട്ടെ കോളേജ് റോഡിലുള്ള ദേവി വിലാസത്തിൽ ചെന്നിരുന്നു. അവിടെ ഒരു ഹാളിൽ ബാബയുടെ വലിയൊരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിയുടെ തേജസ്സിനെ പറ്റിയുള്ള ഒരു പ്രഭാഷണത്തിന് ശേഷം ഞാൻ ആ പടത്തിന് ആരതി കാണിച്ചു. ഉടനെ അതിനു മീതെ 100 കണക്കായി അമൃതത്തുള്ളികൾ ആവിർഭവിച്ചത് കണ്ട് ഞാൻ വിസ്മയഭരിതനായി. ചമൽക്കാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ട എന്നതിന് ബാബ പറഞ്ഞ 2ാമത്തെ കാരണം, അവയാൽ അനുഗ്രഹീതരായ ഭക്തന്മാർക്ക് സീമാതീതമായ അഹന്ത വരികയും ആ അഹന്ത അവരുടെ ആധ്യാത്മിക പുരോഗതിക്ക് വിഘാതമാവുകയും ചെയ്യുമെന്നതാണ്. അതിനാൽ ബാബയിൽ നിന്നും അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്ന ആളുകൾ അവയെ സംബന്ധിച്ച് അധികം പ്രസിദ്ധി നൽകുന്നതെന്ന് ബാബ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ആ അനുഗ്രഹത്തെ ഹൃദയാന്തരാളത്തിൽ ഒരു സ്വകാര്യ നിധി മാതിരി സൂക്ഷിച്ചു പോരുകയും ധ്യാനാവസരങ്ങളിലും മറ്റും അതേപ്പറ്റി അഗാധമായി ചിന്തിക്കുകയും മനനം ചെയ്യുകയും വേണം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിൽ നിന്നുള്ള നിഗൂഢമായ പ്രേമചിഹ്നമാണത്. ഇത്രയൊക്കെ ആണെങ്കിലും ചിലർ ആ നല്ല പാതയിൽ നിന്നും വ്യതിചലിക്കുന്നു. അഹന്ത അല്ലെങ്കിൽ മമാകാരം അതിന്റെ വിഷോഗ്രഹണം ഉയർത്തുന്നു. അവർ തങ്ങളുടെ ആധ്യാത്മിക നിലയിലുള്ള മേന്മയെപ്പറ്റി പരസ്യം ചെയ്യുന്നു. ബാബയിൽ നിന്ന് അത്ര അനുഗ്രഹങ്ങൾ വാങ്ങാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിലരെ വെല്ലുവിളിക്കുന്നു. അവർ ഭക്തിയിൽ താരതമ്യം ചെയ്ത് പ്രചാരവേല നടത്തുന്നു.
കിടമത്സരം നടത്തി കുറ്റപ്പെടുത്തുന്നു. അവരെങ്ങനെ തിന്മയുടെ ഒരു കർമ്മ പരമ്പരയുടെ ഉദ്ഘാടനം നടത്തുന്നു. ആ ചങ്ങല അവരുടെ അനുഗ്രഹീത നിലയെ അപകടത്തിലാക്കുന്നു. ഞങ്ങളും അത്ര തന്നെ അനുഗ്രഹീതരായ ആൾക്കാരാണെന്ന് തെളിയിക്കുവാൻ ദുർബല മനസ്കരായ ചിലർ അടവുകൾ പ്രയോഗിക്കുന്നു. കൗശലം കണ്ടുപിടിക്കാൻ ശ്രമങ്ങളായി. കള്ളി വെളിച്ചത്തായാൽ ഒരേ കറുത്ത ചായബ്രഷ് കൊണ്ട് എല്ലാവരെയും താറടിക്കുന്നു, കറുപ്പിക്കുന്നു. സത്യം അധികകാലം ചെല്ലുന്നതിന് മുമ്പ് വിജയിക്കണമല്ലോ. അങ്ങനെ അടവുകൾ പ്രയോഗിക്കുന്ന ചഞ്ചല മനസ്കരെ നമുക്ക് അവരുടെ പാടിന് വിടുക. അവർക്ക് കരുതി വെച്ചിട്ടുള്ള ശിക്ഷ അവർ അനുഭവിച്ചോട്ടെ. ബാബ കൃപാകടാക്ഷ വിക്ഷേപം ചെയ്തിരിക്കുന്ന ശരിയായ ഭക്തരിൽ നാം ശ്രദ്ധ ചെലുത്തുക. നിലയത്തിൽ എല്ലാ ശിവരാത്രിക്കും നവരാത്രിക്കും നാഗസ്വരം വായിക്കാൻ ഒരാൾ വരാറുണ്ട്. അയാളുടെ കൂടെ തകിൽ വായിക്കാൻ ഒരു അമ്മാവനും വരാറുണ്ട്. ഗണേശൻ എന്നാണ് അയാളുടെ പേര്. അയാൾ എഴുതുന്നു, 1965 ബാബയുടെ ജന്മദിനാഘോഷം കഴിഞ്ഞ് ഞാൻ സ്വാമിയോട് സമ്മതം ചോദിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, ഇനി നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞാൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ഭാഗിനേയന്റെ കൂടെ തിരുവണ്ണാമലയ്ക്ക് പോയി. അവിടെ 10 ദിവസത്തെ ഉത്സവത്തിന് നാഗസ്വരം വായിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി. എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ച കൃഷ്ണന്റെയും ബാബയുടെയും പടങ്ങളിൽ നിന്ന് വിഭൂതി വരുന്നതായി കണ്ടു. എനിക്ക് കണക്കില്ലാത്ത സന്തോഷമുണ്ട്. ഭസ്മവർഷം അധികമാവട്ടെ എന്ന് ബാബയോട് പ്രാർത്ഥിക്കുകയാണ്. വരുന്നവർക്കൊക്കെ പ്രസാദമായി കൊടുക്കാമല്ലോ. കാര്യം പറയുകയാണെങ്കിൽ ബാബ ആ സമ്മാനത്തെ സ്വന്തം പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ചില ഭക്തന്മാർക്ക് അക്ഷയ വിഭൂതി പാത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ബാബയെന്ന് ജപിച്ച് നിങ്ങൾ ആ പാത്രത്തെ കുലുക്കുകയേ വേണ്ടൂ, അത് തന്നെത്താൻ നിറഞ്ഞോളൂ. വിഭൂതി വർഷം നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒരാളും മറ്റു ഭക്തരുടെ കൂട്ടത്തിലുണ്ട്. ബോംബെയിൽ ഒരു തട്ടാനുണ്ട്. സാന്താക്രൂസിലെ അയാൾ ഒരു കെട്ടിടത്തിന്റെ അടിയിലുള്ള കോണികൾക്കിടയിലാണ് ഉല വെച്ചിരിക്കുന്നത്. അയാൾ ബാബയുടെ ചിത്രം ചുമലിൽ തൂക്കിയിട്ടുമുണ്ട്. അതിൽ വിഭൂതി വധിക്കുന്നു. കടലാസ് വിഭൂതി പ്രസാദം കൊടുക്കുന്ന ഈ അത്ഭുത ലീല കാണുവാൻ വേണ്ടി എത്രയെത്ര ആളാണ് നിത്യം വരുന്നത്. അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുവാൻ തട്ടാൻ മെനക്കെട്ട് പണി നിർത്തി എഴുന്നേൽക്കാറുണ്ട്. ഞാൻ നടയെ പറഞ്ഞ പ്രാർത്ഥന നടത്തിയ ആ ആളും ഒരു ഒറ്റമുറിയിലാണ് താമസിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഈ സ്വർണ്ണപ്പണിക്കാരനുള്ള അത്ര ക്ഷമയില്ല. ആ ആൾ സ്വന്തം ഭാര്യയും 3 കുട്ടികളുമായി ആ മുറിയിൽ കഴിഞ്ഞുകൂടുന്നു. ആ ആൾ എഴുതുന്നു, എൻ്റെ മുറിയിലെ ബാബപടങ്ങളിൽ നിന്ന് ബാബയുടെ അനുഗ്രഹത്താൽ വിഭൂതി പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ചുറ്റുമുള്ള എല്ലാ വീടുകളിൽ നിന്നും സന്ദർശകർ രാവിലെ മുതൽ സന്ധ്യ വരെയും ചിലപ്പോൾ രാത്രിയിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിവിടെ താമസിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ബാബയോട് പറഞ്ഞ് ഈ വിഭൂതി പതനം നിർത്തിത്തരണേ. ഇത് ദയനീയമായൊരു കത്താണ്. തനിക്ക് അത്ര അധികം സഹിക്കാൻ ആവാത്തതല്ലാത്ത ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു ഭക്തൻ ഇങ്ങനെ എഴുതുമോ? ഇതിൽ വിഭൂതി പതനവും വാസ്തവമാണ്. ഗൃഹസ്ഥൻ അത് നിമിത്തം കിട്ടിയ പ്രശസ്തിയും വാസ്തവമാണ്. നവസാരിയിലെ ശ്രീവൈദ്യ എന്ന മാന്യൻ പ്രശാന്തി നിലയത്തിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ടുണ്ടായ ഭജനസംഘത്തിന്റെ കാര്യങ്ങളെപ്പറ്റി ഒരു വിവരണം നൽകി. അതിൽ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചൊരുണ്ടായിരുന്നു. സായി ചമത്കാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ സന്ദർശിക്കൽ. ശീനം എന്ന ഗ്രാമത്തിൽ ഒരു ഭക്തനുണ്ട് അത്രേ. അവിടെ ബാബയുടെ പടങ്ങളിൽ നിന്ന് കുങ്കുമവും ഭസ്മവും ഉതിരുന്നു. സുപ്രയിൽ ഭജനം തുടങ്ങിയാൽ വിഭൂതി പതനവും തുടങ്ങുന്നു ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിൽ ഒരു വൃദ്ധയായ ബ്രാഹ്മണ സ്ത്രീയുടെ പൂജാമുറിയിൽ ബാബയുടെ ചട്ടവും ചില്ലുമിട്ട ചിത്രങ്ങളുടെ വരിയുണ്ട്. ഭജന തുടങ്ങിയപ്പോൾ അതിലെ നടുവിലത്തെ ഒരു ചിത്രം ഘടികാരത്തിന്റെ പെൻഡുലം മാതിരി ആടുവാൻ തുടങ്ങി. പാട്ടിന്റെ താളം മുറിയപ്പോൾ ആട്ടവും മുറുകി. പാട്ട് നിന്നപ്പോൾ ആട്ടവും നിന്നു. ബാബയ്ക്ക് ദാഹശമനത്തിനായി വെച്ച ഒരു പാത്രത്തിലെ വെള്ളം ഒരു നിമിഷത്തിനുള്ളിൽ മണമുള്ള ഒരു മധുരപാനീയമായി മാറി. ഭക്തന്മാർ അതിനെ അമൃതം എന്ന് പറയുന്നു. ഇമ്മാതിരി സംഭവം ഇന്ത്യയിൽ അനവധി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരിക്കൽ ചിത്രത്തിന്റെ വായിൽ നിന്നും ഒന്നിച്ച് ഒരു തേട്ടൽ എന്ന പോലെ അമൃത് ഒഴുകി വന്നു അത്രേ. ഇത് പ്രസ്താവിക്കുമ്പോഴും മറ്റൊരു സംഭവം ഓർമ്മ വരികയാണ്. വൈകുണ്ഠ ഏകാദശി ദിവസം ബാബ കുറെ ഭക്തന്മാരുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. സ്വാമി ഒരു ടംബ്ലർ കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. അത് കൊണ്ടുവന്നപ്പോൾ അതിൽ നിറയെ വായിൽ നിന്ന് അമൃത് ഒഴിച്ചു. മർക്കാപുരിയിൽ 10 നാഴിക അകലെ ആ സംഘം അതേ അത്ഭുതം സംഭവം ആവർത്തിച്ചു കൊണ്ടുപോത്രേ. ബാബ പരമകാരുണ്യനും സർവാന്തരിയാണല്ലേ. ബാബ പരമകാരുണ്യം കാണിക്കുന്നു. പക്ഷെ അതിനാൽ മനുഷ്യനിൽ അഹന്ത വളരുവാൻ അനുവദിക്കുന്നില്ല. മമാകാരം തലവെക്കുമ്പോൾ ഒന്നുകിൽ വിഭൂതി പതനം നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് പരുഷമായ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകും. ഈ വിഭൂതി പതനത്തിന്റെ ഫലമായി ഒരാൾക്ക്
അഹന്ത കൊണ്ടോ അസൂയ കൊണ്ടോ ലഹരി പിടിക്കുമ്പോൾ അതിനെ സ്വാമി ഹിസ്റ്റീരിയ എന്ന് പറയുന്നു. ഒരു ഭക്തൻ അവനവന്റെ മനോദൗർബല്യങ്ങളെ എപ്പോഴും അറിഞ്ഞു പെരുമാറേണ്ടതുണ്ട്. ബാബയുടെ അനുഗ്രഹാശിസുകൾ കിട്ടുവാനുള്ള വിശ്വാസത്തിന് ഭക്തൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ സായി കുടുംബത്തിലെ അംഗമാണെന്ന് അവകാശപ്പെടാനുള്ള അധികാരമില്ല. ബാബ ഒരു ഭക്തനിൽ അനുഗ്രഹാശിസുകൾ വർഷിക്കുന്നുണ്ടെന്ന് കരുതുക. അതുകൊണ്ട് മാത്രം അവനെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്നോ പ്രത്യേകമായി ആദരിക്കണമെന്നോ അവൻ കരുതുന്നുവെങ്കിൽ ആ കരുതലിനെ ബാബ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ സമുദായത്തിൽ എന്ത് സംഭവിക്കുന്നു? അനുഗ്രഹീതർ ആദരവിനെ സ്വീകരിക്കുന്നു, മറ്റുള്ളവർ ആദരവ് നൽകുന്നു. ഇതിനുള്ള വെമ്പലിനെ തടയാൻ നന്നേ ഞെരുക്കവുമാണ്. ഇത് രണ്ടു കൂട്ടരെയും കുഴപ്പത്തിലാക്കുന്ന കൃത്യമാണ്. മമതാ ചെരുവിൽ കൂടി അവർ അവിശ്വാസം എന്ന കുണ്ടിലേക്ക് എളുപ്പത്തിൽ വഴുതി വീഴുന്നു. സ്വാമി കാക്കിനാഡയിലെ ഒരു യോഗത്തിൽ വെച്ച് പ്രസ്താവിച്ചു, നിങ്ങളുടെ അരികെ വന്ന് ചിലർ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യസായി ബാബ എന്നെ വളരെ സ്നേഹിക്കുന്നു, സ്വാമി എനിക്ക് ഈ സാധനം തന്നിരിക്കുന്നു, ഇത് സാധാരണയായി തൻ്റെ വളരെ അരികെ പെരുമാറുന്നവർക്കല്ലാതെ നൽകാറില്ല. എന്നിട്ട് അവർ തങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറയുകയോ സഹായത്തിന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നു. അത് ദിവ്യതത്വങ്ങളെ അപമാനിക്കലാകുന്നു. എന്റെ അനുഗ്രഹത്തിന്റെ ഒരു ചിഹ്നം വാങ്ങുന്നത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും വിനീതനായിരിക്കണം. നിങ്ങളുടെ സംഭാഷണം മധുരമായിരിക്കണം. നിങ്ങൾ സത്യവാനായിരിക്കണം, വൈരാഗ്യമുള്ളവനായിരിക്കണം, എല്ലാവരിലും സായി ഉണ്ടെന്ന ബോധമുള്ളവനായിരിക്കണം. ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒന്നത്രേ ആ ചിഹ്നം. പക്ഷെ ചിലരുണ്ട്, അവരുടെ വീട്ടിൽ ഇതംപ്രഥമമായി വിഭൂതി പതനം ഉണ്ടായതിന്റെ ആഘോഷം അതിഗംഭീരമായി കൊണ്ടാടുന്നവർ, അതിനായി വരി പിരിക്കുകയും ചെയ്യുന്നവർ. വേറെ ചിലർ വിഭൂതി അമൃത തപാലിൽ അയച്ചു കൊടുക്കുന്നു, ആ വഴി പണം പിരിക്കുന്നു. അവരുടെ പുരോഗമനത്തിന് തന്നെ ഇതത്ര വിഘാതമായി നിൽക്കുന്നുവെന്ന് അവർ അറിയുന്നില്ല. ഇങ്ങനെ പ്രസ്താവിക്കാൻ പറ്റുന്ന മറ്റൊരു തരം സംഭവ ശൃംഖല കൂടിയുണ്ട്. ബാഹ്യമായി പൂജാരികൾ അത്യന്തം ആവേശത്തോടെ നടത്തുന്ന പരിതസ്ഥിതികളിൽ കഴിഞ്ഞുകൂടുന്ന ചെറിയ കുട്ടികൾക്കും ദുർബല മനസ്കരായ മുതിർന്നവർക്കും ചിലപ്പോൾ ചില ദർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് തോന്നും. ബാബ എഴുതുന്ന സന്ദേശങ്ങൾ വായിക്കാൻ കഴിവുണ്ടെന്നും വിശ്വസിക്കും. ബാബയുമായി ആശയവിനിമയം നടത്താൻ കഴിവുണ്ടെന്ന് കൂടി അവർ അവകാശപ്പെടും. ഒരു വീട്ടിൽ അങ്ങനെയൊന്നും നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിക്കും ആ ബാധയേൽക്കുകയായി. ഇങ്ങനെ മദ്രാസിൽ വലിയ തോതിൽ ഈ ഹിസ്റ്റീരിയ പിടിപെട്ടു. അതുപോലെ കിഴക്കൻ ഗോദാവരി ജില്ലയിലും തെക്കൻ കർണാടക ജില്ലയിലും സിലോണിലും സംഭവിച്ചു. ബാബ അതിനെ ശക്തിമത്തായ ഭാഷയിൽ അധിക്ഷേപിച്ചു. 1965 മാർച്ച് 26 അമലാപുരത്ത് വെച്ച് ബാബ പറഞ്ഞു, ഇതൊരു പകർച്ചവ്യാധി പോലെ ആയിരിക്കുന്നു. ഞാൻ ആരെയും പരിഹസിക്കുന്നില്ല, ആരെയും ശകാരിക്കുന്നുമില്ല, പക്ഷെ സത്യം അറിയേണ്ടത് തന്നെ. അമലാപുരത്തിന്റെ പരിസരങ്ങളിൽ ചിലരുണ്ട്, ഞാൻ അവരിൽ പ്രവേശിക്കുന്നുണ്ടെന്നും അവരിലൂടെ ഞാൻ സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞു പരത്തുന്നു. അവർ കൈകൾ വീശുന്നു, ആട്ടുന്നു, ഉലയുന്നു, വിറയ്ക്കുന്നു. ചുറ്റുപാടുമുള്ളവർ ഞാൻ അവരിൽ പ്രവേശിച്ചിട്ടെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അവരുടെ ദല്ലാളികൾ ഞാൻ മിഥോ ദർശനം നടത്തുന്ന പോലെ അവരും മിഥോ ദർശനം നൽകുന്നു ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഈ ചതിയൻ രോഗം സാധുജനങ്ങളുടെ ഇടയിൽ ചില കുമതികളുടെയും സൂത്രക്കാരുടെയും കുതന്ത്രങ്ങൾ കൊണ്ട് പരക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സുഖക്കേട് ജനങ്ങളിൽ കണ്ടാൽ അതിനെ മുളയിൽ തന്നെ നുള്ളിക്കളയുക. ആദ്യമായി ദല്ലാളികളെ പുറത്താക്കുക. പിന്നെ ആ കുട്ടിയോടോ ദുർബല മനസ്സുള്ള ഭക്തനോടോ മിണ്ടാതിരിക്കാനും സാധാരണ പോലെ പെരുമാറാനും പറയുക. ഞാൻ മറ്റൊരാളിൽ കൂടി സംസാരിക്കില്ല. ഞാൻ മറ്റൊരാളെ ഉപകരണമാക്കി സംഭാഷണം നടത്തില്ല. ഞാൻ മാധ്യമം ആവശ്യപ്പെട്ടാൽ ഞാനൊരു പ്രേതമോ യക്ഷിയോ അല്ല. ഞാൻ നേരിട്ട് വരുന്നു, നേരിട്ട് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ രൂപത്തിൽ തന്നെയോ നൂതനമായി സൃഷ്ടിക്കപ്പെട്ട ഏത് രൂപത്തിൽ വേണമെന്ന് സങ്കല്പിക്കുന്നുവോ ആ രൂപത്തിൽ വരുന്നു. ഞാൻ ദുർബലരായ ചഞ്ചലചിത്തരായ മനുഷ്യരെ മാധ്യമമാക്കാറില്ല. ഞാൻ നേരിട്ട് വരം കൊടുക്കുന്നു, വേറൊരാൾ അതിന് ഉപയോഗിക്കാറില്ല. യെല്ലമെഞ്ചല്ലിയിൽ വെച്ച് ബാബ പ്രസംഗിച്ചു. എന്റെ ആവേശമുണ്ടെന്ന് പറഞ്ഞ് ചിലർ ഈയിടെയായി പ്രത്യക്ഷപ്പെടുന്നു. അവരെവിടെ കണ്ടാലും പുറത്തു പോകാൻ പറയണം. അങ്ങനത്തെ കപടനാട്യക്കാരുടെ വലയിൽ കുടുങ്ങരുത്. ഭക്തരെന്ന നിലയ്ക്ക് നിങ്ങളുടെ അന്തസ്സിന് ക്ഷതം വരുത്തരുത്. അതിനാൽ ബാബ ഭക്തന്മാരുടെ ഭഗവാൻ ഉപദേശിക്കുന്നത് അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം കരുതിയിരിക്കണമെന്നാണ്. അവതാരം തന്നെ ആഗതനായിരിക്കുന്നു, ആർക്കും അദ്ദേഹത്തെ സമീപിക്കാം, എല്ലാവരിലും കാരുണ്യം ചൊരിയുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കുമ്പോൾ ഈ ദല്ലാളികളെയും വഞ്ചകരെയും പൊക്കി വയ്ക്കുന്നത് വെറും വങ്കത്തമാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ്. നമ്മൾ കുറച്ചധികം വായിച്ചു.
ഇതൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് വായനയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. കുറച്ച് ഇപ്പോൾ പുട്ടുപത്തിയിലൊക്കെ വന്നിട്ട് കുറച്ച് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സായിരാം.